വൈഭവിനൊപ്പം അവൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് അനിയെ കാണാനുള്ള യാത്രയിലായിരുന്നു ശിവ. അവിടെ ചെന്ന് അവനെ കാണുമ്പോൾ എന്താ പറയേണ്ടതെന്ന് ശിവയ്ക്ക് ഇപ്പോൾ ഒരു വ്യക്തത ഉണ്ട്. അവരുടെ കാർ ഗസ്റ്റ് ഹൗസിൻ്റെ മുറ്റത്തെത്തിയതും കണ്ടു വാതുക്കൾ നിൽക്കുന്ന സിദ്ധുവിനെ. നീ എന്താ അകത്തേക്ക് കയറാതെ വെളിയിൽ നിൽക്കുന്നേ? കാറിൽ നിന്നിറങ്ങി മുന്നോട്ട് നടന്നുകൊണ്ട് വൈഭവ് സിദ്ധുവിനോട് ചോദിച്ചു. അവനു പിറകെ ശിവയും ഇറങ്ങിയിരുന്നു. നിങ്ങൾ കൂടി വന്നിട്ട് ഒന്നിച്ചു കയറാമെന്ന് ഓർത്തു. പിന്നെ പറയുന്നതിനോടൊപ്പം സിദ്ധു ഒന്ന് നിർത്തി ശിവയെ നോക്കി. എനിക്ക് വേറൊരു കാര്യം നിങ്ങൾ രണ്ടുപേരോടും പറയണം. അന്ന് നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പോയി കഴിഞ്ഞ് രാത്രിയായപ്പോൾ അനിയേട്ടൻ ചൈത്രയെ കാണണം എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി. വല്ലാതെ കരഞ്ഞു, ഒരുതരം വയലന്റ് മൂഡിൽ. പിന്നെ എന്നെ കാർ ഓടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചതും ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് ഏട്ടനുമായി നവസിൽ ചെയ്തു. അയ്യോ, എന്നിട്ട്? സിദ്ധു പറഞ്ഞു നിർത്തിയതും പിറകെ വ്യാകുലതയോടെ ശിവ ചോദിച്ചു. നല്ല മഴയായിരുന്നു അപ്പോൾ. കുറേ നേരം ആ മഴയത്ത് ആ വീട്ടിലേക്ക് നോക്കി നിന്നു. ചൈത്ര ജനൽ തുറന്നു നോക്കി എന്ന് തോന്നുന്നു. ആളെ കണ്ട പോലെ എൻ്റെ പെണ്ണ് എന്ന് വിളിച്ചു വീട്ടിലേക്ക് പോകാനായി തുടങ്ങി ഏട്ടൻ. പിന്നെ ഞാൻ ഒരു വിധത്തിൽ അവിടെ നിന്നും പിടിച്ചു വലിച്ചു ഏട്ടനെ ഇവിടെ കൊണ്ടുവന്നേ. ഇവിടെ വന്നതും എൻ്റെ ചൈത്ര, ഞങ്ങളുടെ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ പൊട്ടിക്കരഞ്ഞു ഏട്ടൻ. എനിക്കത് കണ്ട് സഹിച്ചില്ല വിച്ചു. ഞാൻ കൂടെ ഇരുന്നതും എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ പോകാതെ പിന്നെ നിന്നതും ഒന്ന് ഒറ്റയ്ക്ക് വിടാൻ എന്നോട് അപേക്ഷിച്ചു. പിന്നെ കുറച്ചു നേരം ഏട്ടൻ തനിച്ചിരിക്കട്ടെ എന്ന് കരുതി ഞാൻ വീട്ടിലേക്ക് പോയി. തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാം ഞാൻ നീ പറഞ്ഞിട്ട് രാവിലെ ഇവിടെ വന്ന് വിളിക്കും. പക്ഷേ വാതിൽ തുറക്കാനോ എന്നോടൊന്ന് സംസാരിക്കാനോ ഏട്ടൻ തയ്യാറായില്ലടാ. സിദ്ധു പറഞ്ഞു കഴിഞ്ഞതും ശിവയുടെയും വൈഭവിൻ്റെയും ഉള്ളൊന്നു പിടഞ്ഞു. ഇരുവരിലും വല്ലാത്തൊരു സങ്കടം തളം കെട്ടി. ശിവയുടെ മുഖത്ത് ആ ദുഃഖം പ്രകടമാണെങ്കിലും വൈഭവിൻ്റെ മുഖത്ത് അവൻ്റെ ആ സ്ഥായി ഗൗരവമാണ്. അല്ലേലും വേദനയെ മറച്ചു പിടിച്ചു നിൽക്കാൻ അവന് നന്നായി അറിയാം. ഞാനിപ്പോൾ നിങ്ങളോട് ഇത് പറഞ്ഞത് ഏട്ടനകത്ത് ഏതവസ്ഥയിലാകുമെന്ന് നമുക്കറിയില്ലല്ലോ, അതാ. നീ എന്തായാലും ഡോർ തുറക്ക്, നമുക്ക് അകത്തേക്ക് കയറാം. വൈഭവ് പറഞ്ഞതും സിദ്ധു കതക് തുറന്നു. മൂവരും ഉള്ളിലേക്ക് കയറി. അകത്ത് മുറിയിലത്തെ നിലയിൽ തുറന്നു കിടന്ന മുറിയിലേക്ക് കയറി ആ റൂം കിടക്കുന്നത് കണ്ട് അവർ ഒന്ന് ഞെട്ടി. ബെഡും മേശയും ലാമ്പും എന്ന് വേണ്ട ആ മുറിയിലെ സാധനങ്ങളെല്ലാം വലിച്ചു വാരി നിലത്ത് മറിഞ്ഞു കിടപ്പുണ്ട്. പെട്ടെന്ന് ഡോക്ടറെ അടുത്തു നിന്ന വൈഭവിനെ പിടിച്ചു നിലത്തേക്ക് കൈ ചൂണ്ടി ശിവ വിളിച്ചതും വൈഭവിൻ്റെയും സിദ്ധുവിൻ്റെയും നോട്ടം അങ്ങോട്ട് പോയി. നിലത്ത് അങ്ങായി ചിന്നി ചിതറി കിടക്കുന്ന കുപ്പിച്ചില്ലുകളും രക്തവും. ഏട്ടാ, അത് കണ്ട വൈഭവ് തൻ്റെ പൂച്ചക്കണ്ണുകൾ ചുറ്റും വേഗത്തിൽ പരത്തി ഉച്ചത്തിൽ വിളിച്ചു. അപ്പോഴാണ് ബാൽക്കണിയിൽ കർട്ടൻ്റെ മറവിൽ നിലത്ത് ഒരു നിഴൽ അവൻ കണ്ടേ. ഏട്ടാ! ഉറക്കെ വിളിച്ചുകൊണ്ട് വൈഭവ് അങ്ങോട്ടേക്ക് ഓടിച്ചെന്നതും കണ്ടു കാൽ നീട്ടി അവിടെ നിലത്ത് ഭിത്തിയിൽ ചാരി കണ്ണുകൾ അടച്ചിരിക്കുന്നവനെ. ഏട്ടാ! ഏട്ടാ! വൈഭവ് വെപ്രാളത്തോടെ അനിയെ കുലുക്കി വിളിച്ചതും ആയാസപ്പെട്ടു എന്ന പോലെ കണ്ണുകൾ വലിച്ചു തുറന്നു അനി. ബിച്ചു! ക്ഷീണം നിറഞ്ഞ സ്വരത്തിൽ കണ്ണുകൾ തുറന്ന് അനി വിളിച്ചതും ശ്വാസം നേരെ വിട്ടു വൈഭവ്. എന്താ ഏട്ടാ, എന്താ പറ്റിയേ? എന്താ ഇവിടെ ഇരിക്കുന്നേ? ഈ ബ്ലഡ് ഇതെവിടുന്നാ? എന്താ ഏട്ടന് പറ്റിയേ? വൈഭവ് അവനെ ആകെ മൊത്തം നോക്കിക്കൊണ്ട് ടെൻഷനോടെ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഏയ്, അങ്ങനെയൊന്നും പേടിക്കാനും മാത്രം ഒന്നുമില്ലടാ. വെള്ളം കുടിക്കുന്ന ജഗ് ഒന്ന് കയ്യിന്ന് പോയി താഴെ വീണ് പൊട്ടി. അതിൻ്റെ ചില്ല് കാലിൽ കൊണ്ടൊന്ന് മുറിഞ്ഞു, അത്രയേ ഉള്ളൂ. അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ അനി പറഞ്ഞതും വൈഭവ് അവൻ്റെ കാൽപാദത്തിലേക്ക് നോക്കി. വലത് കാൽ വെള്ള പൊട്ടി ചോര കുറേ പോയിട്ടുണ്ട്. മുറിവ് പുതിയതല്ല, ഇന്നലെയോ മറ്റോ ഉണ്ടായതാണ്. കാൽവെള്ള ചെറുതായി കരിനീലിച്ച് ചുവന്ന് തടിച്ചു കിടപ്പുണ്ട്. ഷീറ്റ്, ഇറ്റ്സ് ഇൻഫെക്റ്റിംഗ്. അവൻ്റെ കാൽ നോക്കി പറഞ്ഞുകൊണ്ട് വൈഭവ് അനിയുടെ കൈ അവൻ്റെ തോളിൽ കൂടെ ഇട്ടു അവനെ പൊക്കി. സിദ്ധു കൂടെ ചേർന്നതും അവർ രണ്ടുപേരും കൂടെ താങ്ങി പിടിച്ചു അനിയെ. ഏട്ടൻ കുടിച്ചോ? പെട്ടെന്ന് സിദ്ധു അനിയോട് ചോദിച്ചു. ഞാനോ? കുടിക്കാനോ? ഏയ്, മദ്യം കഴിക്കുന്നത് എല്ലാ വേദനയും മറക്കാനല്ലേടാ. വെള്ളമടിച്ചാൽ എൻ്റെ ഉള്ളിലെ വേദന പോകും. എനിക്ക് ഈ വേദന ഒന്നും മാറണ്ട സിദ്ധാ. ഞാൻ അതൊക്കെ അനുഭവിക്കണം. ഇതിലും കൂടുതൽ എൻ്റെ പെണ്ണ് അനുഭവിച്ചിട്ടുണ്ടാവില്ലേ? അല്ല, ഇപ്പോഴും അനുഭവിക്കുന്നില്ലേ? പാതി ചിരിച്ച മുഖത്തോടെ പറയുമ്പോൾ ശബ്ദം ഇടറിയിരുന്നു അനിയുടെ. അത് കേട്ടതും ശിവ വാ പൊത്തി ഏങ്ങി വന്ന കരച്ചിൽ അടക്കി പിടിച്ചു. അനിയെ ബെഡിലേക്ക് ഇരുത്തിയതും കബോർഡ് തുറന്ന് മെഡിക്കൽ ബോക്സ് എടുക്കാൻ തുടങ്ങി വൈഭവ്. സിദ്ധു കുറച്ച് വെള്ളവും കോട്ടൺ തുണിയും എടുത്തുകൊണ്ടുവന്ന് നിലത്തിരുന്ന് അനിയുടെ കാൽ വൃത്തിയാക്കാൻ തുടങ്ങി. വല്യേട്ടാ! പെട്ടെന്ന് ശിവ പതിയെ അനിക്കടുത്തേക്ക് ഇരുന്ന് വിളിച്ചതും അനി നിറകണ്ണുകളോടെ അവളെ ഞെട്ടി നോക്കി. ആ വിളി ഏട്ടൻ ഓർത്തെ ഇനി ഒരിക്കലും എൻ്റെ മോളുടെ നാവിൽ നിന്ന് ആ വിളി ഏട്ടൻ കേൾക്കില്ലെന്നാ. നിറകണ്ണുകളിൽ ചിരിയോടെ അവന് ശിവയെ നോക്കി പറഞ്ഞു. ഏട്ടൻ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ആരും ഇപ്പോൾ അനുഭവിക്കുന്ന വേദന എൻ്റെ ചിത്തു അനുഭവിച്ചതിൻ്റെ 100-1 പോലും ആവില്ല. എന്ത് ചെയ്താലും അവൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാനും പോണില്ല. ആ ജീവൻ ഇനി തിരികെ വരില്ല. ശിവ പറഞ്ഞതും ചെറുതായി തലയാട്ടിക്കൊണ്ട് മുഖം കുനിച്ചു അനി. പക്ഷേ ഇനിയും അവൾ വേദനിക്കരുത്. ഒരുപാട് അനുഭവിച്ചത് ആ പാവം. ഒരു നല്ല ജീവിതം ഒത്തിരി സ്വപ്നം കണ്ടത് ആ പെണ്ണ്. അത് അവൾക്ക് കിട്ടണം.
അതിന് ഉണ്ണിയേട്ടൻ പറഞ്ഞ പോലെ നിങ്ങൾ ഒന്നിക്കണം വല്യേട്ടാ. അനിയുടെ കൈ പിടിച്ചുകൊണ്ട് ശിവ പറഞ്ഞതും അവളുടെ വാക്കുകൾ വിശ്വസിക്കാനാകാതെ അവളെ നോക്കി അനി. അനിയുടെ കൈ പിടിച്ചുകൊണ്ട് ശിവ പറഞ്ഞതും അവളുടെ വാക്കുകൾ വിശ്വസിക്കാനാകാതെ അവളെ നോക്കി അനി. വൈഭവിൻ്റെയും സിദ്ധുവിൻ്റെയും അവസ്ഥ മറിച്ചായിരുന്നില്ല. തെറ്റോ ശരിയോ അറിയില്ല. ഞാൻ പറയുന്നതിൽ എത്രത്തോളം ഔചിത്യമുണ്ടെന്നും എനിക്കറിയില്ല. ഇത്ര മാത്രമേ ഇപ്പോൾ എൻ്റെ ഉള്ളിലുള്ളൂ. നിങ്ങൾ അവൾക്ക് ഏൽപ്പിച്ച മുറിവുണക്കാൻ നിങ്ങൾക്കേ കഴിയൂ. ഇല്ലെങ്കിൽ ഈ ജന്മം മുഴുവൻ പഴയതൊക്കെ ഉള്ളിലിട്ട് നീറി ജീവിക്കും എൻ്റെ ചിത്തു. അവളെ ഏട്ടനെ സ്വീകരിക്കുമോ തിരസ്കരിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതാണ് ശരി എന്നെൻ്റെ ഉള്ളം പറയുക. കണ്ണു നിറച്ച് ചെറു ചിരിയോടെ ശിവ പറഞ്ഞു തീർന്നതും അടുത്ത നിമിഷം അനി ഇറുക്കി പുണർന്നു അവളെ. മോളെ, ഞാൻ എന്നെ മനസ്സിലാക്കിയല്ലോ എൻ്റെ മോള്. സന്തോഷമായി ഏട്ടന്. ഞാൻ വാക്ക് തരുക. നിന്റെ ചിത്തുവിനെ, എൻ്റെ പെണ്ണിനെ ഇനി ഒരിക്കലും നോവിക്കില്ല മോളുടെ ഏട്ടൻ. ഇത് ഏട്ടൻ്റെ വാക്കാ. അവളെ ഇറുക്കി പിടിച്ച് വിതുമ്പലോടെ അവൻ പറഞ്ഞതും ശിവ സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും പൊട്ടിക്കരഞ്ഞു. സിദ്ധു അവരെ രണ്ടുപേരെയും നിറഞ്ഞ പുഞ്ചിരിയോടെ നോക്കി. തല ഉയർത്തി നോക്കുന്നില്ലെങ്കിലും അനിയുടെ കാലിൽ മരുന്ന് വയ്ക്കുന്ന വൈഭവിൻ്റെ ചുണ്ടിലും സന്തോഷമായിരുന്നു. എന്നാൽ അതേസമയം ചൈത്രയുടെ റിയാക്ഷൻ എന്തായിരിക്കുമെന്ന ചിന്തയും അവനിലുണ്ടായിരുന്നു. എന്താ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് അംബികാമ്മയുടെ മുറിയിലേക്ക് കയറി വന്ന മഹേന്ദ്രൻ ചോദിച്ചതും സൗദാമിനിയും ഉണ്ടായിരുന്നു അയാൾക്കൊപ്പം. സുധേ, നീ ആ കതകങ്ങ് അടച്ചോളൂ. മുത്തശ്ശി അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞതും കാര്യം സീരിയസ് ആണെന്ന് മഹേന്ദ്രന് മനസ്സിലായി. സുധ കതകടച്ച് തിരികെ വന്നതും മഹേന്ദ്രൻ അമ്മയുടെ അടുത്തേക്ക് ഇരുന്നു. മഹി, അനിയുടെ കല്യാണക്കാരൻ നിന്നോട് സംസാരിക്കാനാ വിളിപ്പിച്ച്. അവനെ ഇനിയും ഇങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. മാധവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് നിനക്കറിയാമല്ലോ. അവനോട് അനിയുടെ വിവാഹകാര്യം സൂചിപ്പിച്ചതും അമ്മ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോളാൻ പറഞ്ഞു. പണ്ടേ അവന് മക്കൾ 3 പേരുടെ കാര്യത്തിലും ഒരു തീരുമാനവുമില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമ്മ പറഞ്ഞത് ശരിയാണ് എന്ന് മഹി ചിന്തിച്ചു. ഭാര്യയെ ഉപേക്ഷിച്ചു പോയേ പിന്നെ വല്ലാതെ ഉൾവലിഞ്ഞു പോയി ഏട്ടൻ. ഒന്നിനും ഒരഭിപ്രായമില്ല. ആരെന്ത് തീരുമാനിച്ചാലും ഏട്ടനത് സമ്മതമാണ്. ഒരിക്കൽ ആരോടും പറയാതെ ഒരു പോക്ക് പോയിട്ട് വർഷം 6 കഴിഞ്ഞ എൻ്റെ കുട്ടി തിരികെ എത്തിയ നിങ്ങൾക്കറിയാലോ അത്. അവൻ്റെ അനിയനായ ഉണ്ണിയുടെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് അവൻ്റെ കല്യാണം കൂടെ എത്രയും പെട്ടെന്ന് നടത്തണം. പെട്ടെന്നെന്ന് പറഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ. കുറച്ച് നീരസത്തോടെ മുത്തശ്ശി പറഞ്ഞു. അമ്മേ, പെട്ടെന്നൊക്കെ എന്ന് പറഞ്ഞാൽ അവന് പറ്റിയ നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിക്കണ്ടേ? പെണ്ണിനെയൊക്കെ കണ്ടുപിടിച്ചു ഞാൻ. ഇനി അവൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നീ അതങ്ങ് നടത്തിക്കൊടുത്താൽ മതി. അമ്മ പറഞ്ഞത് കേട്ട് മഹി സുധയെ ഒന്ന് നോക്കിയതും എനിക്കറിയില്ല എന്ന പോലെ സുധ അയാളെ നോക്കി തല ചലിപ്പിച്ചു. ആരാ അമ്മേ അനിക്ക് വേണ്ടി കണ്ടെത്തിയ പെണ്ണ്? മഹേന്ദ്രൻ ആകാംക്ഷയോടെ ചോദിച്ചതും വേറെ ആരുമല്ല മഹി, നമ്മുടെ ശിവമോളുടെ ചേച്ചി ചൈത്ര. പുഞ്ചിരിയോടെ മുത്തശ്ശി അവനോട് പറഞ്ഞു. വാട്ട്? അമ്മ പറഞ്ഞത് കേട്ട് ഞെട്ടിയ മഹേന്ദ്രൻ ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു. മുത്തശ്ശിയും സൗദാമിനിയും ഒന്നും ഞെട്ടി. ആ പെണ്ണോ? പറ്റില്ല. ആ പെണ്ണിനെ അനിരുദ്ധിനെ കൊണ്ടൊന്നും കെട്ടിക്കാൻ പറ്റില്ല. എഴുന്നേറ്റ് നിന്ന് ദേഷ്യത്തിൽ മഹേന്ദ്രൻ പറയുമ്പോൾ അയാളുടെ ശബ്ദം നന്നായി കടുത്തിരുന്നു. എന്തുകൊണ്ട് പറ്റില്ല? ചൈത്രമോൾക്ക് എന്താ ഒരു കുറവ്? അത് പിന്നെ മുത്തശ്ശി വീറോടെ മഹിയോട് ചോദിച്ചതും എന്തു പറയുമെന്നറിയാതെ അയാൾ ഒന്ന് ഉഴറി. ചൈത്രയ്ക്ക് അനിയുടെ ഭാര്യയാകാനുള്ള എന്ത് യോഗ്യത ഉള്ളേ? ഷീസ് എ ഓർഫൺ. അങ്ങനെ ആരുമില്ലാത്ത ഒരു പെണ്ണിനെ അനിയെ കൊണ്ട് കെട്ടിക്കാൻ പറ്റില്ല. മഹി, എന്താ നീ പറയുന്നതെന്ന് ബോധമുണ്ടോ? ഇതാണോ ആ കുട്ടിയിൽ നീ കണ്ട കുറവ്? കുടുംബ മഹിമയും പണവും കണ്ട് ഈ വീട്ടിലോട്ട് വന്നല്ലോ ഒരു മരുമകൾ കാർത്തികിൻ്റെ ഭാര്യയായിട്ട്. എന്നിട്ട് എന്തായി? ഇച്ചിരിയില്ലാത്ത തുണിയും ഇട്ട് മുതിർന്നവരോട് ബഹുമാനമോ സംസ്കാരമോ ഇല്ലാതെ നടക്കുന്ന ഒരു പെണ്ണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പൊന്ന ശിവയും ചൈത്രയും. നിന്റെ അച്ഛനെ പോലെ നീയും ആളുകളെ പണം കൊണ്ട് അളക്കുന്നതെങ്കിൽ എൻ്റെ കൊച്ചുമക്കളുടെ കാര്യം ഞാൻ തന്നെ നോക്കും, പറഞ്ഞേക്കാം. മഹേന്ദ്രന് നേരെ അരിശത്തോടെ അമ്മ അംബികാമ്മ പറഞ്ഞതും അയാൾ അനിഷ്ടത്തോടെ മുഖം തിരിച്ചു. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അനിക്കുട്ടൻ്റെ വധുവായി ചൈത്രമോളെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അതിന് ഒരു മാറ്റവുമില്ല. മുത്തശ്ശി വീണ്ടും പറഞ്ഞു കഴിഞ്ഞതും മഹേന്ദ്രൻ കലിയോടെ ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മഹിയേട്ടാ, ഏട്ടൻ എന്തിനാ അമ്മയോട് ദേഷ്യപ്പെട്ട? ആ കുട്ടിക്ക് എന്താ കുഴപ്പം? നമ്മുടെ എനിക്ക് ആ കുട്ടി നന്നായി ചേരും. അന്ന് ചൈത്ര ഈ വീട്ടിൽ വന്നപ്പോൾ കണ്ടതല്ലേ ഏട്ടൻ അവളെ. ശിവമോളെ പോലെ മിടിക്കുക, അത് നല്ല കുട്ടിയും. മഹിയുടെ പുറകെ ചെന്ന സുധ അയാളുടെ കയ്യിൽ പിടിച്ചു നിർത്തി ചോദിച്ചു. നിങ്ങൾക്കൊന്നും ആ പെണ്ണ് ആരാണെന്ന് അറിയില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, ആ പെണ്ണിനെ അനിരുദ്ധിൻ്റെ പെണ്ണായി ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. സുധയെ നോക്കി ദേഷ്യത്തിൽ അത്രയും പറഞ്ഞു മഹേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അയാളുടെ ആ ഭാവം സൗദാമിനിയിൽ പുതിയതായിരുന്നു. അച്ഛൻ്റെ അതേ സ്വഭാവമാണെങ്കിലും അങ്ങനെ പണത്തിൻ്റെ മൂല്യതയിൽ ആളുകളെ മഹിയേട്ടൻ അളക്കുന്നത് ഇതേവരെ കണ്ടിട്ടില്ല. മാത്രമല്ല ശിവമോളെ ഭയങ്കര ഇഷ്ടവുമാണ്. മോള് വന്നതിൽ പിന്നെ ഉണ്ണിക്ക് നല്ല മാറ്റമുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും. അങ്ങനെയുള്ള ആൾ എന്തിന് ശിവമോളുടെ സഹോദരിയുടെ കാര്യത്തിൽ ഇങ്ങനെയൊരു നിലപാട് പറയണം? അവരെ രണ്ടുപേരെയും എന്തിന് 2 തട്ടിൽ തൂക്കണം? അന്ന് പൂജയ്ക്ക് ആ കുട്ടി ഇവിടെ വന്നപ്പോൾ ആ കുട്ടിയെ കണ്ടതുമാണ്. എന്നിട്ടും പെട്ടെന്ന് ഇതെന്താ പറ്റിയേ?
സൗദാമിനി ആകെ ചിന്താക്കുഴപ്പത്തിലായി. കുളിച്ചിറങ്ങി തല തുവർത്തിക്കൊണ്ട് ബാൽക്കണിയിലേക്ക് നിന്നപ്പോഴാണ് സിദ്ധുവിൻ്റെ കാർ മുറ്റത്ത് വന്ന് നിന്നത് അപ്പു കണ്ടേ. അടുത്ത സെക്കൻഡിൽ ടർക്കി വലിച്ചെറിഞ്ഞ് താഴേക്കുള്ള പടികൾ ഓടിയിറങ്ങി അവൾ. കുറച്ചു ദിവസമായി അവനെ അവൾ കണ്ടിട്ടും മിണ്ടിയിട്ടും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കുറച്ചേറെ അപ്പുവിലുണ്ടായിരുന്നു. ഓടിച്ചാടി മുറ്റത്ത് ചെന്നതും അവിടെ കണ്ട കാഴ്ചയിൽ പെണ്ണ് തറഞ്ഞു നിന്നുപോയി. കാർത്തികയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഇലച്ചിന്തിൽ നിന്നും ചന്ദനമെടുത്ത് തൻ്റെ നെറ്റിയിൽ തൊടുന്ന സിദ്ധു. അപ്പുവിൻ്റെ മുഖം ചുവന്നു കയറി. ദേഷ്യവും സങ്കടവും കൊണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു. സിദ്ധ! തികട്ടി വന്ന ദേഷ്യത്തിൽ അവൾ ഉച്ചത്തിൽ വിളിച്ചതും കാർത്തികയും സിദ്ധുവും ഒന്നിച്ച് ഞെട്ടി തിരിഞ്ഞു നോക്കി. കുഞ്ഞേട്ടൻ എത്ര നേരമായിട്ട് അകത്ത് സിദ്ധുവിനെ വെയിറ്റ് ചെയ്യുന്നെന്ന് അറിയോ? എന്നിട്ട് ഇവിടെ വർത്തമാനം പറഞ്ഞ് സമയം കളയുവാണോ? പെണ്ണ് അവർക്കടുത്തേക്ക് നടന്നു ചെന്ന് അരിശത്തോടെ ചോദിച്ചു. അതിന് ഞാൻ വന്നിട്ട് ഇതിനു മാത്രം സമയമായില്ലല്ലോ. നെറ്റി ചുളുക്കിക്കൊണ്ട് സിദ്ധു അവളോട് തിരിച്ചു ചോദിച്ചതും അപ്പുവിൻ്റെ ചുണ്ട് കൂർത്തു. അല്ലേലും അപർണയ്ക്ക് ഈയിടെയായി നല്ല നാക്ക. നിന്റെ പ്രായത്തിന് എത്ര മൂത്തതാ സിദ്ധുവേട്ടൻ, എന്നിട്ടാ പേര് വിളിക്കുന്നേ? വീട്ടിൽ ഇളയതാണെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി കൊഞ്ചിച്ച് വഷളാക്കി വെച്ചേക്കുവാ. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലേലും അമ്മയുടെ വഴിയല്ലേ മോളും കാണിക്കോ. അപ്പോൾ ഇങ്ങനെ വരൂ. കിട്ടിയ അവസരം മുതലാക്കും പോലെ അപ്പുവിനെ നോക്കി കാർത്തിക പുച്ഛത്തോടെ പറഞ്ഞു. മാണിക്യമംഗലത്ത് എല്ലാവരുടെയും കണ്ണുലുണ്ണിയാണ് അപ്പു. കൂടാതെ കുടുംബത്തിൽ ആരോടും അടുപ്പം കാണിക്കാത്ത വൈഭവിൻ്റെ പോലും പെറ്റാണ് അവളെന്ന് കാർത്തികയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പണ്ടേ അവളോടൊരു കുശുമ്പുള്ളതാണ് കാർത്തികയ്ക്ക്. കാർത്തിക പറഞ്ഞത് കേട്ട അപ്പുവിൻ്റെ കണ്ണൊന്ന് നിറഞ്ഞു. അവൾ ഈ ലോകത്ത് വെറുക്കുന്ന ഒന്നാണ് താൻ അമ്മയെപ്പോലെയാണെന്ന് ആരേലും പറയുന്നത്. അപ്പു അവളുടെ അമ്മയെപ്പോലെയാണെന്ന് പറയാൻ കാർത്തികയ്ക്ക് അവളുടെ അമ്മയെ അറിയോ? പെട്ടെന്ന് സിദ്ധുവിൻ്റെ ശബ്ദം കാർത്തികയ്ക്ക് നേരെ ഉയർന്നതും അവളൊരു ഞെട്ടലോടെ ഇല്ല എന്ന് വിക്കി പറഞ്ഞു. പിന്നെ തനിക്ക് എങ്ങനെ അറിയാം അവൾക്ക് അവളുടെ അമ്മയുടെ സ്വഭാവമാണെന്ന്? അത് പിന്നെ എല്ലാവരും അങ്ങനെ പറയല്ലേ. സിദ്ധുവിൻ്റെ രൂക്ഷമായ നോട്ടത്തിനൊപ്പം വീണ്ടും ചോദ്യം വന്നതും കാർത്തിക നിന്ന് വിയർക്കാൻ തുടങ്ങി. അറിയാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കരുത്, മനസ്സിലായോ? സിദ്ധു കടുപ്പിച്ചു പറഞ്ഞതും കുനിഞ്ഞ മുഖത്തോടെ തലയാട്ടി കാർത്തിക. സിദ്ധു അപ്പുവിനോട് ദേഷ്യപ്പെട്ടത് കണ്ടപ്പോൾ സിദ്ധുവിൻ്റെ ചിലവിൽ ഒന്ന് ഗോളടിക്കാൻ നോക്കിയതാണ് അവൾ. പക്ഷേ ഇത് പ്രതീക്ഷിച്ചില്ല. കാർത്തിക പിന്നൊന്നും മിണ്ടാൻ നിൽക്കാതെ വേഗം അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി. സിദ്ധു അപ്പുവിനെ നോക്കി. വീർപ്പിച്ചു കെട്ടിയ മുഖത്തോടെ കീഴോട്ട് നോക്കി നിൽപ്പാണ് പെണ്ണ്. കണ്ണ് തുളുമ്പി ഒഴുകുന്നുണ്ട്. അത് കണ്ടതും സിദ്ധുവിൻ്റെ ഉള്ളന്നു പിടഞ്ഞു. അയ്യേ, മാണിക്യമംഗലത്തെ ഉണ്ണിയാർച്ച നിന്ന് മോങ്ങുവാണോ? ഷെയ്ം. അപ്പോൾ ഇത്രയുള്ളോ? സാക്ഷാ വൈഭവർമ്മയുടെ പെങ്ങൾ. പെണ്ണിൻ്റെ മൈൻഡ് മാറ്റാൻ എന്നോണം സിദ്ധു കളിയോടെ ചോദിച്ചതും അപ്പു അവനെ കൂർപ്പിച്ചു നോക്കി. അവളുടെ കയ്യിൽ നിന്ന് അതും ഇതും വാങ്ങിച്ചുകൊണ്ട് നിന്നിട്ട് ഇയാളെ എന്നോട് മിണ്ടാൻ വരണ്ട. അവൻ്റെ കളിയാക്കൽ കേട്ട അപ്പു അടുത്ത സെക്കൻഡിൽ തിരിച്ചടിച്ചു. ആഹാ, വെളിയിൽ ഇറങ്ങിയല്ലോ പെണ്ണിൻ്റെ നാക്ക്. എന്നോട് ഈ തട്ടിക്കയറുന്നത് പോലെ ആ പോയവളോട് പറയാൻ മേലായിരുന്നോടി കുരുപ്പേ. അപ്പോൾ കണ്ണ് നിറച്ചു നിന്നു ചേട്ടമ്പി. പറയാൻ എനിക്കറിയാൻ മേലാഞ്ഞിട്ടല്ല. ആ പോയ ആശാട്ടി ഇപ്പോൾ കിടന്ന് നിഗളിക്കുന്നത് എൻ്റെ വല്യേട്ടനെ അവൾക്ക് കിട്ടുമെന്ന അഹങ്കാരത്തില. ആ പോയ പൊന്നുമോൾക്ക് അറിയത്തില്ല അച്ചമ്മ മുത്തശ്ശനെയും കൂട്ടി സേതുവച്ചനെ കാണാൻ പോകുന്ന കാര്യം. അതൊന്ന് സെറ്റ് ആയിക്കോട്ടെ, അവളുടെ വാല് ഞാൻ മുറിക്കും. അതിനുവേണ്ടി തൽക്കാലം ഒന്നടങ്ങിയതാ ഈ അപ്പു, അല്ലാതെ പേടിച്ചിട്ടല്ല കേട്ടോ. അവനെ നോക്കി അരിശത്തിൽ പറഞ്ഞുകൊണ്ട് ചുണ്ടുകൊട്ടി തിരികെ നടക്കാനാഞ്ഞവൾ. ഡി, അമ്പലത്തിലെ ചന്ദനം വേണ്ടേ? അത് തൻ്റെ മറ്റവൾക്ക് പോയി കൊടുക്കടോ. സിദ്ധു പുറകിൽ നിന്നും പറഞ്ഞത് കേട്ട് തിരിഞ്ഞു നോക്കാതെ തന്നെ ദേഷ്യത്തിൽ പിറുപിറുത്തു അപ്പു. എന്നിട്ട് മുന്നോട്ട് നടന്നത്. പെട്ടെന്ന് പുറകിൽ നിൽക്കുന്നവളുടെ കൈക്ക് പിടിച്ചു വലിച്ചു സിദ്ധു. പെണ്ണ് അയ്യോ എന്ന് ആഞ്ഞു പിറകിലേക്ക് തിരിഞ്ഞതും സിദ്ധു അവളെ ഇരു കൈകൊണ്ടും പൊക്കിയെടുത്തു നെറ്റിയിലേക്ക് പെണ്ണിൻ്റെ നെറ്റി മുട്ടിച്ചു. അപ്പൂസിൻ്റെ രണ്ട് കണ്ണും തുറച്ചുപോയി. സിദ്ധുവിൻ്റെ നെറ്റിയിലെ ചന്ദനക്കുറി അപ്പുവിൻ്റെ നെറ്റിയിലേക്കും പറ്റിച്ചു അവൻ. ആഹാ, ഇപ്പോൾ ഒന്ന് വൃത്തിയായി പെണ്ണ്. അപ്പോൾ പോട്ടെടി കാന്താരി. ലങ്കസിയായി തന്നെ നോക്കി നിൽക്കുന്ന പെണ്ണിനെ നിലത്തിറക്കി നിർത്തിയിട്ട് ചിരിയോടെ സിദ്ധു അകത്തേക്ക് പോയി. ഇതെന്താ ഇപ്പോൾ ഉണ്ടായേ? കിളിപോയ പോലെ പറഞ്ഞുകൊണ്ട് അപ്പു ഒന്ന് തിരിഞ്ഞപ്പോഴാണ് ഇതെല്ലാം കണ്ട് വായും പൊളിച്ച് അവൾക്ക് മുന്നിൽ നിൽക്കുന്ന രണ്ടുപേരെ കണ്ടേ. വൈഭവ് ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ എത്തുമ്പോൾ രാത്രി ഒരുപാട് വൈകിയിരുന്നു. അവൻ കാർ പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് നോക്കിയതും കണ്ടു സിറ്റൗട്ടിലെ ചാരുപടിയിൽ ഇരിക്കുന്നവളെ. തന്നെ നോക്കിയാണ് കക്ഷി ഇരിക്കുന്നത്. വൈഭവിൻ്റെ നെഞ്ചിൽ എവിടെയോ ഒരു തണുപ്പ് നിറഞ്ഞു. ആദ്യമായി തോന്നുന്ന പോലൊരു സുഖം. ചുണ്ടിൽ അറിയാതെ വിരിഞ്ഞ പുഞ്ചിരി വിദഗ്ധമായി മറച്ചു പിടിച്ച് അവൻ കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് നടന്നു. വൈഭവിനെ കണ്ട ശിവ ചാടി എഴുന്നേറ്റ് അവനടുത്തേക്ക് ചെന്നു. ഡോക്ടറെ, മുത്തച്ഛനും മുത്തച്ഛിയും കൂടി എൻ്റെ അച്ഛനെ ശിവ അവനോട് എന്താ പറയാനാഞ്ഞതും അവൻ അവളുടെ ചുണ്ടിൽ വിരൽ വെച്ച് അവളെ തടഞ്ഞു. തങ്ങളെ ആരോ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ശിവയ്ക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഡോക്ടറുടെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു നീക്കമെന്ന് അവൾക്ക് പിടികിട്ടി. ശിവ മിണ്ടാതെ നിന്നു. വൈഭവ് ശിവയുടെ കയ്യിൽ പിടിച്ച് അവളുമായി അകത്തേക്ക് കയറി. അമ്മായി ആരെ കാണാനാ ഈ നട്ടപ്പാതിലേക്ക് ഇവിടെ ഒളിഞ്ഞു നോക്കുന്നേ? ഹാളിലെത്തി കതകിന് മറയിൽ നിൽക്കുന്ന ആളെ നോക്കി അവൻ കടുപ്പിച്ചു ചോദിച്ചു. അപ്പോഴാണ് അവിടെ മറഞ്ഞു നിൽക്കുന്ന വിദ്യയെ ശിവയും കണ്ടേ. ഞാൻ ആരെയും ഒളിഞ്ഞു നോക്കാനാ വൈഭവ് മോനെ? ഞാൻ കുടിക്കാനത്തിരി വെള്ളമെടുക്കാൻ വന്നതാ. പിടിക്കപ്പെട്ടതുപോലെ വിദ്യ അവന് മുന്നിൽ തപ്പി പറഞ്ഞു.
എന്നിട്ട് വെള്ളം എവിടെ? അത് പിന്നെ അത് ഞാൻ വെള്ളം കുടിച്ചിട്ട് വന്ന വഴിയാ. നിന്നെ കണ്ടപ്പോൾ നീ കഴിച്ചോന്നറിയാൻ വന്നതാ. മോൻ കഴിച്ചായിരുന്നോ? വിദ്യയ്ക്ക് ആകെ വെപ്രാളമായി. ഇതിനു മുമ്പ് ഹോസ്പിറ്റലിൽ നിന്നും പാതിരായ്ക്ക് ഇവിടേക്ക് ഞാൻ വന്നു കയറിയിട്ടുണ്ട്. അപ്പോഴൊന്നും ഞാൻ കഴിച്ചോ കുടിച്ചോ എന്ന് തിരക്കാൻ അമ്മയെ കണ്ടിട്ടില്ലല്ലോ. പിന്നെ ഇപ്പോൾ എന്തു പറ്റി? അവൻ അവരെ നോക്കി രൂക്ഷമായി ചോദിച്ചതും വിദ്യ ഒന്ന് ഉമിനീരിറക്കി. എന്നാ ഞാൻ പോയി കിടക്കട്ടെ, മേൽ വല്ലാത്തൊരു വേദന. ഇനി നിന്നാൽ പണിയാകുമെന്ന് തോന്നിയ വിദ്യ അവനെ നോക്കി നല്ലതുപോലെ ഒന്ന് വിളിച്ചു കാണിച്ചിട്ട് അകത്തേക്ക് ഓടി. ന്യൂസ് പിടിക്കാൻ വന്നതാ തള്ള. മുറിയിലോട്ട് ഓടുന്ന വിദ്യയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു ശിവ. താൻ വാ, മുറിയിലിരുന്ന് സംസാരിക്കാം. അല്ല, കഴിച്ചില്ലല്ലോ. ഞാൻ ഫുഡ് എടുക്കാം, കഴിച്ചിട്ട് റൂമിൽ പോകാം. വൈഫ് അവളെ വിളിച്ചതിന് പുറമെ അവനോട് പറഞ്ഞു ശിവ. അവൻ വേണ്ടാന്ന് പറയുന്നതിന് മുന്നേ പെണ്ണ് ഫുഡ് എടുക്കാൻ കിച്ചണിലേക്ക് ഓടി. വൈഫ് ഒരു നിമിഷം സ്റ്റക്കായി നിന്നു. കഴിച്ചോ ഇല്ലേന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതിനു മുന്നേ ഓടി ഉണ്ടകണ്ണി. അവൻ മുഷിപ്പോടെ പെറുപുറത്തുകൊണ്ട് റൂമിലേക്ക് പോകാനായി ആഞ്ഞു. പെട്ടെന്നാണ് വിദ്യയുടെ കാര്യം ഓർത്തെ. ശിവ പറഞ്ഞതുപോലെ തള്ള എവിടെയും ഇരുന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ടാവും ഓർത്തുകൊണ്ട് അവൻ തിരിഞ്ഞു ഡൈനിങ് ഹാളിലേക്ക് നടന്നു. നല്ല വട്ടത്തിൽ മുറിച്ച് ദോശ ചുട്ടെടുത്തു ശിവ. ഡോക്ടർക്ക് നൈറ്റ് ഒരുപാട് ഹെവി ഫുഡ് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ചൂടോടെ നല്ല ഗീ റോസ്റ്റ് ദോശ ഉണ്ടാക്കി കൂട്ടത്തിൽ നല്ല ബട്ടർ ചിക്കൻ കറിയും എടുത്തു. ഡോക്ടർക്ക് വൈകിട്ട് എത്തുമെന്ന് കരുതി അപ്പമ്മ ഉണ്ടാക്കിയതാണ്. കറി ഒന്ന് ചൂടാക്കി അതെല്ലാം എടുത്ത് അവൾ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവച്ചു. അപ്പോഴേക്കും കൈ കഴുകി വൈഫവും ചെന്നിരുന്നു. താൻ കഴിച്ചായിരുന്നോ? തനിക്ക് വിളമ്പിയ ശേഷം അടുത്തിരുന്ന് ഫുഡ് എടുത്ത് വിളമ്പി കഴിക്കുന്നവളെ നോക്കി വൈഫവ് ചോദിച്ചു. ഓ, ഇപ്പോഴേലും ചോദിച്ചല്ലോ കടുവ. ശിവ അവനെ ഒന്നിരുത്തി നോക്കി മനസ്സിൽ പറഞ്ഞു. ഇങ്ങനെ മനസ്സിൽ പറഞ്ഞാൽ വായിച്ചെടുക്കാൻ ഞാൻ മജീഷ്യനൊന്നുമല്ല. പെണ്ണിൻ്റെ നോട്ടം മനസ്സിലാവാൻ കടുപ്പത്തിൽ പറഞ്ഞു. ഞാൻ മനസ്സിലൊന്നും പറഞ്ഞില്ല. നേരത്തെ കഴിച്ചെങ്കിൽ ഞാനിപ്പോൾ കഴിക്കാനിരിക്കുമോ എന്നൊന്ന് ഓർത്തതാ. ഓ, വലിയ അന്വേഷകം വന്നിരിക്കുന്നു. അവനെ നോക്കി ചുണ്ടുകൊട്ടി പറഞ്ഞിട്ട് വേറെ എടുത്ത് ശിവ കഴിക്കാൻ തുടങ്ങി. പെണ്ണിൻ്റെ തർക്കുത്തരവും മുഖവുമൊക്കെ കണ്ട് അവന് ചിരി വന്നു. കുറച്ചു നേരമായി ഗ്ലൂമിയായി ഇരിപ്പാണ്. ഇങ്ങനെ കുറുക്കിക്കൊള്ളുന്നത് പോലെ എന്തേലും അവൾ പറയുന്നത് അവനും എൻജോയ് ചെയ്യുമായിരുന്നു. നീ എന്താ പറയാൻ വന്നേ? ഭക്ഷണം കഴിഞ്ഞ് മുകളിലെ തങ്ങളുടെ റൂമിലേക്ക് കയറിയതും വൈഫവും അവളോട് ചോദിച്ചു. അത് മുത്തച്ഛനും മുത്തശ്ശിയും കൂടി അച്ഛനെ കാണാൻ പോകുകയാണെന്ന്. വലിയേട്ടന് ചിത്തുവിനെ കല്യാണം ആലോചിക്കുന്നതിന് വേണ്ടി. മുത്തശ്ശി പറഞ്ഞതാണോ ഇത്? അല്ല, അമ്മയോട് സംസാരിച്ചു മുത്തശ്ശി. നാളെ പോകുവാൻ തീരുമാനിച്ചെന്ന്. ഇവിടെ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ശിവ പറഞ്ഞതും വൈഫവ് ഒന്നും മൂളി. അച്ഛനും ചിത്തുവും ഈ കല്യാണത്തിന് സമ്മതിക്കില്ല ഡോക്ടറെ, എനിക്കുറപ്പാ. പെട്ടെന്ന് മുഖം മാറ്റി ശിവ പറഞ്ഞു. മുത്തശ്ശനും മുത്തശ്ശിയും കൂടി പോകും മുന്നേ ഞാൻ സേതുവങ്ങളിനെ കണ്ട് സംസാരിക്കാം. വൈഫവ് ശിവയോട് പറഞ്ഞു നിർത്തിയതും. വേണ്ട, ശിവയുടെ അച്ഛനെ ഞാൻ പോയി കണ്ടോളാം. അദ്ദേഹത്തിൻ്റെ മോളെ എനിക്ക് തരുമെന്ന് ഞാൻ തന്നെ വേണം ചോദിക്കാൻ. പെട്ടെന്ന് പിറകിൽ നിന്നും അനിരുദ്ധിൻ്റെ ശബ്ദമുയർന്നു.